ഇത് ആറ്റക്കോയ തങ്ങളുടെ നോമ്പ് 22-ന്റെ പരിപാടിക്ക് ആളുകൾ തടിച്ചുകൂടിയ കാഴ്ചയാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മജ്‌ലിസിലേക്ക് തങ്ങൾ വരുന്ന കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഏതാണെന്നുണ്ടെങ്കിലും കണ്ടമാനം ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തങ്ങൾ തങ്ങൾ മജ്‌ലിസിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നൂറെ ഹബീബ് ആറ്റുകോയ തങ്ങളുടെ മജ്‌ലിസിലേക്ക് പോകുന്ന സായാഹ്ന സമയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഴിമധ്യേ അദ്ദേഹത്തിന്റെ മജ്‌ലിസിലേക്ക് വന്ന പാവങ്ങളെ സഹായിക്കുന്ന, അവർക്ക് ഹദിയ നൽകുന്ന, അവർക്ക് ഈ റമദാനിൽ സ്വതക്ക ചെയ്യുന്ന ഒരു കാഴ്ചയാണ് അവിടുന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റോഡിന്റെ സൈഡിലൂടെ ഒരുപാട് പാവങ്ങള്, അതുപോലെ വികലാംഗരായ ആളുകള്, അതുപോലെ മറ്റു ഒന്നിനും കഴിയാത്ത പാവങ്ങൾക്ക് അദ്ദേഹം സ്വതക്ക ചെയ്യുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തിനാണ് ഇതുപോലത്തെ നല്ല തങ്ങന്മാരെ നമ്മൾ കുറ്റം പറയുന്നത്, അവരെ അപകീർത്തിപ്പെടുത്തുന്നതെന്നാണ് എനിക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി അപകീർത്തിപ്പെടുത്തുന്നവരോട് എനിക്ക് പറയാനുള്ളത്. ഇതുപോലത്തെ തങ്ങളാണ് നമ്മളുടെ നാടിന് ആവശ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ മജ്‌ലിസിന് അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു സാഗരത്തെ കാണാൻ വേണ്ടി, അവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി, അവിടെ മജ്‌ലിസിന് വർണ്ണാഭമാക്കാൻ വേണ്ടിയിട്ടാണ് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ഈ സ്റ്റേജിലേക്ക് കടന്നു പോകുന്നത് പ്രേക്ഷകരെ. അപ്പോൾ ആകാംക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു മജ്‌ലിസിന്റെ ആ ഒരു സദസ്സിലേക്കാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുചരന്മാരും പോകുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം സ്റ്റേജിന്റെ സമീപത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ? ഇതുപോലത്തെ തങ്ങളാണ് നമ്മുടെ നാടിന് ആവശ്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രേക്ഷകരെ, ഏകദേശം ആ മജ്‌ലിസിന്റെ സമീപത്തേക്ക് തങ്ങൾ എത്തിയിട്ടുണ്ട്. ഏതാണെന്നുണ്ടെങ്കിലും തങ്ങളെ അനുകൂലിക്കുന്നവരാണെങ്കിലും പ്രതികൂലിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ എല്ലാവരോടും സ്നേഹം മാത്രം. ആ മജ്‌ലിസിന്റെ വർണ്ണാഭമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ റഫീഖ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട്. സ്റ്റേജില് കബീർ അൻവരിയും മറ്റു തങ്ങന്മാരും അവിടെ ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അത് മുത്ത് റസൂലിന്റെ ഒരു പേരക്കുട്ടിയാണെന്നുള്ള ഓർമ്മ നമുക്ക് ഉണ്ടാകേണ്ടതാണ്. എല്ലാവരോടും സ്നേഹം മാത്രം.